പ്രാദേശിക തലങ്ങളിൽ വളരെ സജീവ സാന്നിധ്യമാണ് സ്പാർക്ക് 11 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. കായിക മേഖലയിൽ മാത്രമല്ല മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറഞ്ഞ സാന്നിധ്യം കൂടിയാണ് സ്പാർക്ക് 11. 10-20 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ ക്രിക്കറ്റ് ടൂർണമെന്റുകളിലും സജീവ സാന്നിധ്യമായിട്ടാണ് സ്പാർക്ക് 11 നിൽക്കാറ്. ഇന്ന് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചുള്ള പ്രോഗ്രാം നമ്മൾ ലാസ്റ്റ് നടന്ന 2024 അവസാനം നടന്ന ടൂർണമെന്റിൽ കപ്പടിച്ച് നിൽക്കുന്ന ഒരു മൊമെന്റിലാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ടീമിൽ കളിച്ച മുഴുവൻ പ്ലേയേഴ്സിനും സ്പാർക്ക് 11 നൽകുന്ന ഒരു ചെറിയ ആദരവ് ഒരു മൊമെന്റ് ഉണ്ട്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഓരോ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് സ്പാർക്ക് 11മായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ജുബേർ പറയും. ജുബേർ രണ്ട് കാര്യം അങ്ങനെ ടീമിൽ അഭിപ്രായം പറഞ്ഞാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ ഉജ്ജ്വലമായി നടന്ന ഡിഫൻഡർ കപ്പ് സീസൺ 2 അതിലെ വിന്നറാണ് സ്പാർക്ക് 11 അത്താണിപ്പടി. ഇതുപോലെ കഴിഞ്ഞ ഒരുപാട് സീസണിലായിട്ട് തുടർച്ചയായി കപ്പടിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ്. ഒന്നിനൊന്ന് മെച്ച പ്രകടനങ്ങൾ എല്ലാ കളിക്കാർക്കും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ സാധിപ്പിച്ചതിൽ സ്പാർക്ക് 11 അത്താണിപ്പടിയുടെ മാനേജ്മെന്റിന് ആദ്യമായി നന്ദി പറയുകയാണ്. ഷാഫി, KT ഷാഫി അടങ്ങുന്ന, റഫീഖാജി അടങ്ങുന്ന, സജി അടങ്ങുന്ന, അമീൻ അടങ്ങുന്ന ഒരു താരസമ്പന്നമായ വലിയ നിര, നിസാർ അടങ്ങുന്ന ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരുള്ളത് കൊണ്ട് മാത്രമാണ് സ്പാർക്ക് 11 ഇത്തരം ഒരു നേട്ടത്തിലെത്താൻ സാധിച്ചത്. എല്ലാവർക്കും ഇനിയും ഇതുപോലെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സ്പാർക്ക് 11 സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ കളിക്കാരെ മൊമെന്റോ നൽകുന്നതിന് വേണ്ടി, സ്വീകരിക്കുന്നതിന് വേണ്ടി ഓരോ കളിക്കാരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായി റഫീഖ് ഹാജിയെ ക്ഷണിക്കുന്നു. ഇത് നൽകുന്നതിന് വേണ്ടി എത്തിക് സാമുവലിനെ ക്ഷണിച്ചോളൂ. അടുത്തതായി കക്കരി തൈവളപ്പിൽ മുഹമ്മദ് ഷാഫിയെ അടുത്തതായി ഫൈനലിൽ ഈ കപ്പ് നമുക്ക് നേടിത്തന്ന മിന്നും താരമായി, പൊന്നും വിലയുള്ള മിന്നും താരമായി മാറിയ നൽകുന്നതിന് വേണ്ടി സജിയായിട്ട് ക്ഷണിക്കുന്നു. ഇനി അടുത്തതായി ഈ ഫൈനലിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും മാൻ ഓഫ് ദ മാച്ചിന് അർഹരാകുകയും ചെയ്ത ആലിംഗലുടെ ഡിഫൻഡർ കപ്പിൽ ആലിംഗലിന് വേണ്ടി ആലിംഗലിൽ നിന്ന് വന്ന് സ്പാർക്കിലിന് വേണ്ടി കളിച്ച പാരിസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഈ ടൂർണമെന്റിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ബെസ്റ്റ് നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ച് സ്പാർക്ക് 11 ടീമിന്റെ കൂടെ കട്ടക്ക് നിന്ന റാഷിയെ ക്ഷണിക്കുന്നു. കട്ടക്ക് നിന്ന ക്ഷണിക്കുന്നു. അതെ, അടുത്തതായി സ്പാർക്ക് 11 അത്താണിപ്പടയുടെ തന്നെ കുന്തമനയായി ഈ ഒരു ടൂർണമെന്റിലുടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും തന്റെ പരിക്ക് പോലും കാര്യമാക്കാതെ നല്ല രീതിയിൽ സ്പാർക്ക് 11 കൂടെ നിന്ന സ്പാർക്ക് 11 സ്വകാര്യ അഹങ്കാരമായ നിസാറിനെ ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി അമീൻ പാക്കിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി സ്പാർക്ക് 11 അത്താണിപ്പടയ്ക്ക് ടീമിന് അകത്ത് നിന്നും പുറത്തു നിന്നും ഒരുപോലെ കട്ടക സപ്പോർട്ട് കൊടുത്തിരുന്ന അമീൻ പാക്കിനി അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു. അതെ, എല്ലാ കളിയിലും 5ാമത്തെ ഓവർ 5ാമൻ അതെ നട്ടല്ലായി ടീമിനെ പ്രവർത്തിച്ച ഫാറൂഖ് അദ്ദേഹത്തെ സാധനം നൽകുന്നതിന് വേണ്ടി റഫീഖാജിയെ വീണ്ടും ക്ഷണിക്കുന്നു. ഒരു കളിയിലെ മുഖ്യ ഘടകമാണ് ഒരു ഫീൽഡർ. അതെ, ബെസ്റ്റ് ഫീൽഡറായി തെരഞ്ഞെടുത്തിരിക്കുന്നത് സ്പാർക്ക് 11 റാഷിയാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാരം നൽകുന്നു.
എല്ലാ മൊമെന്റോടും കൂടെ കൈയടിച്ച ആൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അത് അടുത്തതായി സ്പാർക്ക് 11 നട്ടെല്ല് ഒരു ഐക്കൺ പ്ലെയർ എന്താണോ ചെയ്യേണ്ടത് അത് മുന്നിൽ നിന്ന് വളരെ ഭംഗിയായി ചെയ്ത് വിന്നറായി ടൈറ്റിൽ വിന്നറാക്കി മാറ്റിയ നസ്റുവിനെ സാധനം ക്ഷണിക്കും. അടുത്തതായി ടീമിൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു സ്പന്ദനമായി മാറിയ ടീമിന്റെ സ്പന്ദനമായി മാറിയ ഉണ്ണിക്കുട്ടനെ സാധനം ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി KT ഷാഫിയെ അതെ എല്ലാ കളിയിലും ഓപ്പൺ ബൗളർ ചെയ്തിരുന്ന എല്ലാ ടീമിന്റെയും പേടി സ്വപ്നമായിരുന്ന സിറാജ് അദ്ദേഹത്തെ സാധനം ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി റഫീഖാച്ചി. അതെ സ്പാർക്ക് 11 കളി ഇന്ന് ലോകം മുഴുവൻ കാണാൻ കാരണക്കാരനായ ഒരുവൻ ടീമിലെ പ്രമുഖ കളിക്കാരൻ ആയിട്ടുള്ള റഹീമാക്കെ സാധനം ക്ഷണിക്കുന്നു. നൽകുന്നതിന് വേണ്ടി എത്തിക് സാമുവലിനെ അഫ്നാസിനെ സാധനം കഴിഞ്ഞില്ലേ പോവില്ലേ?